ഞാൻ യു എ വന്നപ്പോൾ തൊട്ട് അല്ല ഞാൻ നാട്ടിലായിരുന്നപ്പോഴേ ഈ മസാജ് വേർഡ് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു വേറെ ഫീലാണ് കിട്ടുന്നത്. എന്ന് വെച്ചാൽ ഇത് എന്ത് മസാജ്, ആയുർവേദ മസാജ് ഒന്നും കേൾക്കുമ്പോഴേ അതൊരു ഇന്ന് ലോകാരോഗ്യ സംഘടന തന്നെ പറയുന്നത് സിഗരറ്റ് വലിക്കുന്നതിനെക്കാട്ടിയും ഡേഞ്ചറാണ് ഇരുന്നുള്ള ജോലി. കാരണം അത് ഹാർട്ടിനെയും നമ്മുടെ മസിൽസിനെയും അതുപോലെ മെയിൻലി നമ്മുടെ ബാക്ക് ബോണിനെ അത് ശരിക്കും ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. യുവർ ഹെൽത്ത് ഈസ് അവർ പ്രയോറിറ്റി എന്ന ടോപ്പിക്കുമായി നമ്മളോടൊപ്പം ഇപ്പോൾ ഉള്ളത് ഡോക്ടർ ടിനു ആണ്. ടിനു തമ്പി. ഇദ്ദേഹം CEO ആണ്, ചീഫ് ആയുർവേദ കൺസൾട്ടൻ്റ് ആണ്, ഡെൽമ ആയുർവേദിക് സെൻറ്റർ ഷാർജ. അപ്പോൾ ഡോക്ടറോട് നമുക്ക് കുറേ കാര്യങ്ങൾ ചോദിക്കാം. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ഞാൻ ഈ ഒരു പങ്ക്തി ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു ആയുർവേദ തന്നെ ആയിരിക്കണം നമുക്ക്. കാരണം പ്രവാസത്തിൽ വരുമ്പോൾ നമ്മുടെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായ ഒരു മേൽക്കൈ ഉണ്ടാകാനാണ് വരുന്നത്. പക്ഷെ അവർക്ക് അതിനോടൊപ്പം തന്നെ രോഗങ്ങളും പിടിപെടുന്നു, മാനസിക സമ്മർദ്ദങ്ങൾ. അപ്പം ഇതിന് ആയുർവേദത്തിൽ എങ്ങനെയാണ് നമുക്ക് അതിന് ഒരാളിന് ഏറ്റവും കൂടുതൽ അയാളുടെ ഹെൽത്തിനെ സേഫ് ആക്കുന്നത്? അതാണ് എൻ്റെ ഒരു ചോദ്യം. അത് തന്നെയാണ് നമ്മുടെ ഒരു തീമും, യുവർ ഹെൽത്ത് ഇസ് അവർ പ്രയോറിറ്റി. ആയുർവേദം ഒരു എല്ലാവർക്കും നമ്മുടെ മലയാളികൾക്ക് ഏറ്റവും സുപരിചിതമായ ഒരു സയൻസും നമ്മുടെ നാട്ടിലെ സയൻസുമാണ്. അപ്പോൾ അത് ആയുർവേദത്തിൻ്റെ പറഞ്ഞേക്കുന്നത് തന്നെ സ്വസ്ഥസ്യ സ്വാസ്ഥ്യ രക്ഷണമെന്ന്. എന്ന് വെച്ചാൽ ആരോഗ്യമുള്ള വ്യക്തിയുടെ ആരോഗ്യം കാത്തു സംരക്ഷിക്കുക, അതാണ് ആയുർവേദത്തിൻ്റെ മുഖ്യ ലക്ഷ്യം. പിന്നെ രോഗങ്ങൾക്കുള്ള ചികിത്സ വരുന്നത്. അപ്പോൾ ആയുർവേദം നമ്മുടെ എല്ലാം ദിനചര്യ പോലെ തന്നെ നമ്മൾ കൊണ്ടു നടക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ വരുന്ന നമുക്ക് ആയുർവേദത്തിൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് എങ്ങനെ നിങ്ങൾക്ക് ആരോഗ്യമായിട്ട് മുന്നോട്ട് പോകാം, നിങ്ങളുടെ ജീവിതശൈലിയിലും വരുത്തേണ്ട ചില മാറ്റങ്ങൾ, കാലാവസ്ഥ, നമ്മുടെ ഈ പ്രത്യേകിച്ച് ഈ മരുഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ പാലിക്കണം, എങ്ങനെ നമ്മൾ ജീവിക്കണം, അതിനെക്കുറിച്ചുള്ള ഒരു ധാരണ എല്ലാവരും അത് ഫോളോ ചെയ്താൽ നമുക്ക് ആരോഗ്യം നിലനിർത്തി നല്ലതായിട്ട് നമുക്ക് കൊണ്ടുപോകാം. അത് നമുക്ക് കിട്ടിയൊരു ദൈവത്തിൽ നിന്നൊരു ഗിഫ്റ്റ് എന്ന് ഞാൻ പറയും ആയുർവേദം. അപ്പോൾ ആയുർവേദത്തിൽ നിന്നാണ് എല്ലാം തുടങ്ങിയേക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് സയൻസ് തന്നെ ആയുർവേദമാണ്. അപ്പോൾ ആയുർവേദത്തിലൂടെയാണ് ബാക്കി എല്ലാം മോഡേൺ, ഈവൻ ശസ്ത്രക്രിയ പോലും ആയുർവേദത്തിൽ പണ്ട് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഫോളോ ചെയ്ത് വരുന്നത് ആയുർവേദത്തിലൂടെയാണ്. അപ്പോൾ എപ്പോഴും നമുക്ക് പറയാനുള്ളത് ആൾക്കാർക്ക് എപ്പോഴും ഒരു ധാരണ വേണം, യുവർ ഹെൽത്ത് ഷുഡ് ബി ദ പ്രയോറിറ്റി. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എങ്ങനെ മുന്നോട്ട് നീങ്ങണം ഡെയിലി നമ്മുടെ ദിനചര്യയിൽ തൊട്ട് നമ്മളത് ആയുർവേദത്തിലൂടെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. അതിനാണ് നമ്മൾ ആയുർവേദ ഡോക്ടേഴ്സ് ഇവിടെ ഉള്ളത്. പലരും വിചാരിക്കും എനിക്ക് ആയുർവേദത്തിൽ പോകേണ്ട കാര്യമില്ലല്ലോ, ആവശ്യമില്ല, എനിക്ക് രോഗം ഇല്ലല്ലോ. പക്ഷേ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും അത് പ്രയോറിറ്റൈസ് ചെയ്ത് പറയുന്നത്. ആയുർവേദം സ്വസ്ഥമായ വ്യക്തിയുടെ സ്വാസ്ഥ്യം രക്ഷിക്കാൻ, എന്ന് വെച്ചാൽ സ്വസ്ഥതയോടെ ജീവിക്കാൻ, ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ ഒരു ആയുർവേദം എപ്പോഴും ഒരു ടോപ്പ് പ്രയോറിറ്റി നമ്മുടെ സയൻസാണ്. വെയിറ്റ് ചെയ്യല്ല, വരാതിരിക്കാൻ എങ്ങനെ നിങ്ങളുടെ പ്രതിരോധ ശക്തി കൂട്ടാം, എങ്ങനെ നിങ്ങൾക്ക് അസുഖങ്ങൾ വരാതിരിക്കാൻ നിങ്ങളുടെ ജീവിതചര്യയിൽ നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം, അതെല്ലാം നമുക്ക് സ്വയമായി തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. നമ്മുടെ നാട്ടിൽ അതിന് വളരെയധികം പ്രചാരമുണ്ട്. ഇവിടെ ഇപ്പം വന്ന് ഈ രാജ്യത്ത് ഞാനിപ്പോൾ പ്രാക്ടീസ് തുടങ്ങിയപ്പോൾ തൊട്ട് ഇവിടുത്തെ ആൾക്കാർക്ക് കുറച്ചുകൂടെ ആകാംക്ഷയാണ് ഇത് പ്രാക്ടീസ് ചെയ്യാനും ഇത് കേൾക്കാനുമല്ല. അപ്പം നമ്മുടെ ആൾക്കാർക്ക് അത് അങ്ങനെ കൊണ്ടുപോയാൽ പല രോഗങ്ങളിൽ നിന്നും, കാരണം നമ്മളിപ്പോൾ ഇന്ന് ഇവിടെ കണ്ടുവരുന്നത് ഏറ്റവും കൂടുതൽ ജീവിതശൈലി രോഗങ്ങൾ. അപ്പോൾ ആ ജീവിതത്തിൻ്റെ ചിട്ട നമുക്ക് കറക്റ്റായിട്ട് കൊണ്ടുപോയാൽ ഈ ജീവിതശൈലി രോഗങ്ങൾ വരത്തേയില്ല. തീർച്ചയായിട്ടും. അപ്പോൾ അതാണ് അതിൻ്റെ ഗൈഡ് ലൈൻ്റെ ആവശ്യമാണ്. അല്ലെങ്കിൽ ഇവിടെ വന്ന് കഴിഞ്ഞു, ഇവിടെ നമ്മൾ പ്രവാസമാണ്, ഇപ്പം ഒരു സാധാരണപ്പെട്ട ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ആദ്യം നോക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും അക്സസിബിൾ ആയിട്ടുള്ള ഇത്, പിന്നെ നോക്കുന്ന പറഞ്ഞ ഇപ്പൊ ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ അവർ ഇഗ്നോർ ചെയ്യാന്നുള്ളത്. അപ്പം ആ ഇഗ്നോറൻസ് ആണ് പിന്നെ അത് വലിയ രോഗത്തിലേക്ക്. ഉദാഹരണത്തിന് ഒരു മാനസികമായ സമ്മർദ്ദമാണ്, പല ജോബിനും മാനസിക സമ്മർദ്ദമുണ്ട്. അപ്പം ചിലർ മെഡിസിൻ എടുക്കുന്നവരുണ്ട്. പക്ഷെ ഇത് ആയുർവേദത്തിൽ എങ്ങനെയാണ് നമുക്കത് ഇത് ചെയ്യാന്നുള്ള ഒരു ഐഡിയ വന്നാൽ, ഒരാളെത്തിയാൽ ഒരു മാനസിക സമ്മർദ്ദം പല കാരണങ്ങളാണ്. അപ്പൊ ആയുർവേദത്തിൽ അതെങ്ങനെ നമുക്ക് ഒരാളിന് ഉപകാരപ്രദമാക്കാം? നമ്മൾ എങ്ങനെയെന്ന് വെച്ചാൽ ഓരോ ശരീരം വേറെ വേറെയാണ്. അപ്പം നമുക്ക് ത്രിദോഷ കൺസെപ്റ്റ് എന്ന് പറയുന്നത് തന്നെ ആയുർവേദത്തിലുണ്ട്. പലരുടെയും ഒരു പ്രകൃതി, ഒരു ദോഷങ്ങളെ അങ്ങനെ ശരീരത്തിലുണ്ടാകുന്ന മീൻസ് മെയിൻ മൂല ദോഷങ്ങളെ നമ്മൾ എങ്ങനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാം. അപ്പോൾ പലപ്പോഴും ഇപ്പം പറഞ്ഞതിനോട്ട് മാനസിക സമ്മർദ്ദം നമുക്ക് ഒരു മെയിൻ റീസൺ എല്ലാ രോഗങ്ങൾക്കും.
അപ്പോൾ അത് നമുക്ക് നിർത്താൻ സാധിക്കുന്നതല്ല. മാനസിക സമ്മർദ്ദം എല്ലാവർക്കും ഉണ്ട്, അത് വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ അതിനെ എങ്ങനെ നമുക്ക് തരണം ചെയ്യാന്നുള്ളത് നമ്മുടെ ബോഡിയെ അതിനനുസരിച്ച് നമുക്ക് ഒന്ന് ട്യൂൺ ചെയ്താൽ നമുക്ക് അതിനെയും കടന്ന് പോകാൻ സാധിക്കും. ഇത് പലരും പ്രശ്നം എന്ന് ചോദിച്ചാൽ, അപ്പം മാനസിക സമ്മർദ്ദം കൂടുമ്പോൾ ചിലരുടെ ഭക്ഷണ രീതി മാറും, ചിലർ ഭക്ഷണം കഴിക്കാതിരിക്കും, ചിലരുടെ ഉറക്കത്തിലുള്ള ശീലങ്ങൾ മാറും. അന്നേരമാണ് നമുക്ക് രോഗമായിട്ട് അത് മാറുന്നത്. അപ്പം അതിനെ എങ്ങനെ തരണം ചെയ്യാം, അതിന് ആയുർവേദം നമ്മളെ നല്ലതായിട്ട്, നമുക്ക് ആയുർവേദത്തിലൂടെ നമുക്ക് നല്ലതായിട്ട് അത് ചെയ്യാൻ സാധിക്കും. അത് മറ്റേ ഡോക്ടേഴ്സിനെ പോലെ അല്ല. നമുക്ക് ചിലപ്പോൾ ഒരു രോഗിയായിട്ട് ചിലപ്പോൾ 1 മണിക്കൂറോളം ഇരിക്കേണ്ടി വരും. കാരണം നമ്മൾ ആ രീതിയിലാണ് നമ്മൾ ഹിസ്റ്ററി എടുക്കുന്നതും. അപ്പോൾ എന്നാലേ നമുക്ക് അവരുടെ മാനസിക സമ്മർദ്ദം എന്തുകൊണ്ടുണ്ടായി, അല്ലെ എന്താ റീസൺ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ ഒരു കാരണമുള്ളൂ. അതിൽ വരുന്ന ചേഞ്ചസ് നമുക്ക് അവർക്ക് ആഹാര രീതിയിലും ഉറക്കത്തിൻ്റെ കുറവും എങ്ങനെ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാം, അത് നമ്മൾ അന്നേരം നമുക്കത് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പം പലരും വിചാരിക്കുന്ന ഇപ്പോൾ ഒരു മോഡേൺ പോലെ നമ്മളൊന്ന് പോയി ഡോക്ടറെ ഒന്ന് കണ്ടാൽ ഇന്ന മരുന്നൊന്ന് എഴുതി തരും, അതുപോലെ അല്ല. നമുക്ക് പലപ്പോഴും അത് നല്ല ഡീറ്റെയിൽ ആയിട്ട് കേട്ട് അവരെ അതുപോലെ പരിശോധിച്ചാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും നിർദ്ദേശിച്ച് അവരെ അതിൽ നിന്ന് വിമുക്തരാക്കാൻ പറ്റും നമുക്ക്. അടുത്ത മറ്റൊരു കാര്യം ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഓൾമോസ്റ്റ് ആൾക്കാരും ഇപ്പം സിസ്റ്റം ഉപയോഗിച്ചായിരുന്നാലും അല്ലെങ്കിൽ ഡ്രൈവിംഗ് ആയിരുന്നാലും ഇരുന്നുള്ള ജോബാണ്. ഇപ്പം ഇരുന്നുള്ള ജോബ് വരുമ്പോൾ തന്നെ ബാക്ക് പെയിൻ അത് വല്ലാത്തൊരു ഘടകമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എങ്ങനെയാണ് നമുക്ക് ഒന്ന് അതിനെ ജസ്റ്റിഫൈ ചെയ്താൽ അത് നമുക്ക് എങ്ങനെ ഏറ്റവും മിനിമൈസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അത് ഇല്ലാതാകും? ഇന്ന് ലോകാരോഗ്യ സംഘടന പറയുന്നത് സിഗരറ്റ് വലിക്കുന്നതിനെക്കാട്ടിയും ഡേഞ്ചറാണ് ഇരുന്നുള്ള ജോലി. കാരണം അത് ഹാർട്ടിനെയും നമ്മുടെ മസിൽസിനെയും അതുപോലെ മെയിൻലി നമ്മുടെ ബാക്ക് ബോണിനെ അത് ശരിക്കും ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അത് ഇപ്പോഴത്തെ ഒരു പഠനം തന്നെ കാർഡിയോളജിസ്റ്റുകൾ ചെയ്തിട്ട് അത് അമേരിക്കൻ ബുക്ക് ഓഫ് ജേണലിൽ അതിനെപ്പറ്റി വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ എന്ന് വെച്ചാൽ ഡ്രൈവിംഗ് ആൾക്കാർക്ക്, അതുപോലെ തന്നെ ഇരുന്നുള്ള ജോലി, അതൊരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ എന്ന് നമ്മൾ പറയും. മോഡേൺ വാക്കി പറഞ്ഞാൽ സെഡൻറ്ററി. നമ്മളെന്ന് വെച്ചാൽ ശരീരം അനങ്ങുന്നില്ല, നമ്മൾ ഇരിക്കുന്നു, ജോലി തീർക്കുന്നു, നമ്മൾ ശരീരത്തിന് വ്യായാമവും ഇല്ല, മസിൽസിൻ്റെ ഒരു റിലാക്സേഷൻ ഇല്ല. അതുകൊണ്ട് പിന്നെ നമ്മളിവിടെ എ സിക്കകത്തുള്ള ഇരിപ്പ്. അപ്പോൾ അതുകൂടെ ആകുമ്പോഴത്തേക്ക് ശരിക്കും മസിൽസിന് നല്ല ഡാമേജ് ഇവിടെ വരുന്നുണ്ട്. അപ്പം നമ്മൾ കണ്ടുവരുന്നതെന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ എനിക്കിവിടെ തുടങ്ങിയപ്പോൾ തൊട്ട് ഇപ്പം 15 വർഷമായിട്ട് ഞാൻ കണ്ടുവരുന്ന ഏറ്റവും കൂടുതൽ രോഗികൾ എനിക്ക് വരുന്നത് ബാക്ക് പെയിനും നെക്ക് പെയിനും. അപ്പോൾ ഇതൊരു മേജർ ഇഷ്യൂ ആണ്. അപ്പോൾ അത് ഒന്ന് എന്ന് ചോദിച്ചാൽ നമ്മുടെ ബോൺസിന് ഉണ്ടാകുന്ന ഒരു വീക്ക്നെസ്, പിന്നെ മസിൽസിന് ഉണ്ടാകുന്ന ഈ പ്രശ്നം. അപ്പം നമുക്ക് ഇതിനെ തരണം ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അത് എല്ലാ ഓർത്തോക്കാരും എല്ലാ ഡോക്ടേഴ്സും പറയുന്ന പോലെ എവറി ഹാഫ് ആൻ അവർ നമ്മളൊന്ന് എണ്ണിച്ച് നടക്കുക, നമ്മൾ വേണ്ട വ്യായാമം ശരീരത്തിന് കറക്റ്റ് കൊടുക്കുക. എന്ന് വെച്ചാൽ ഡെയിലി ഒരു 30 മിനിറ്റ് നടത്തും. അതുപോലെ എക്സസൈസ് ചെയ്ത് നമ്മൾ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതാണ് മെയിൻ. പിന്നെ ആയുർവേദത്തിലൂടെ നമുക്ക് ഇതിന് നല്ല ചികിത്സകൾ എന്ന് ചോദിച്ചാൽ പലരും ഞാൻ കണ്ടിട്ടുണ്ട്, നടുവേദനയ്ക്ക് വരുന്നവർ ഒരു ഡോക്ടറെയും കാണാതെ അവർ നേരെ പോയി മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഒരു പെയിൻ കില്ലർ മേടിച്ച് കഴിക്കും. അത് വളരെയധികം പാർശ്വഫലം ചെയ്യുന്ന ഒരു സാധനമാണ്. അങ്ങനെ ചെയ്യാതെ നമുക്ക് ആയുർവേദത്തിലൂടെ ഒരു മരുന്നും അകത്തോട്ട് കഴിക്കാതെ നമുക്ക് ഇതിനുള്ള ചികിത്സാ രീതികളുണ്ട്. ഏറ്റവും കൂടുതൽ ഇവിടെ ബുദ്ധിമുട്ടുന്ന ആൾക്കാർ പറഞ്ഞ പോലെ തണ്ടുവേദനയും നെക്ക് വേദനയായിട്ട് തന്നെ, ലോവർ ബാക്ക് പെയിനും നെക്ക് പെയിനും തന്നെ. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് ആയുർവേദത്തിൽ ട്രീറ്റ്മെൻറ്റുകളുണ്ട്. ഇപ്പം അതിന് ഒരു പക്ഷേ ഈ മോഡേൺ സംവിധാനത്തിൽ തെറ്റിദ്ധരിക്കപ്പെടുകയോ അല്ലെങ്കിൽ ഇതിലിപ്പോൾ നമുക്ക് മസാജ് സെൻറ്ററുകളിൽ പോയി നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാം എന്ന് ഒരു ഇതിൽ തന്നെ എത്തിയിട്ടുണ്ട്. അപ്പം ശരിക്കും ആയുർവേദത്തിൽ നമുക്ക് ഈ മസാജിനെ കൊണ്ട് എന്തൊക്കെയാണ് നമ്മുടെ ഗുണങ്ങൾ? ആയുർവേദം ഇതൊരു വേർഡ് വല്ലാതെ എനിക്ക് തുടക്കം തൊട്ട് ഞാൻ UAE വന്നപ്പോൾ തൊട്ട് അല്ല, ഞാൻ നാട്ടിലായിരുന്നപ്പോഴേ ഈ മസാജ് വേർഡ് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു വേറെ ഫീലാണ് കിട്ടുന്നത്. എന്ന് വെച്ചാൽ ഇതെന്ത് മസാജ്, ആയുർവേദ മസാജ് എന്ന് കേൾക്കുമ്പോഴേ അതൊരു റിലാക്സേഷൻ മസാജ് എന്നാണ് ഇപ്പം പലരും അതിനെ വ്യാഖ്യാനിക്കുന്നത്. റിലാക്സേഷൻ മസാജ് ആയുർവേദത്തിൽ എണ്ണ തേപ്പ് അല്ലെങ്കിൽ അഭ്യംഗം, സർവാംഗ അഭ്യംഗം എന്ന് വെച്ചാൽ എണ്ണ പരട്ടുക, അതിനെയാണ് നമ്മൾ മസാജ് എന്ന വേർഡായിട്ട് അത് കൺവേർട്ട് ആയത്. പക്ഷെ മസാജ് നമുക്ക് ഇവിടെ കാണാം, പലതരം മസാജുകളുണ്ട്, തായ് മസാജ്. അപ്പോൾ ആയുർവേദത്തെയും അതിൻ്റെ ഒരു പാർട്ടായിട്ടാണ് പണ്ട് ആൾക്കാർ കണ്ടത്. ഇപ്പോഴല്ല, പണ്ടത്തെ ഒരു സ്റ്റേജ് എന്ന് ചോദിച്ചാൽ ഇവിടുത്തെ ലോക്കൽസ് പോലും അതൊരു റിലാക്സേഷനാണ്, ട്രീറ്റ്മെൻറ്റ് വൈസ് അവരത് ശ്രദ്ധിച്ചിട്ടിരുന്നില്ല. എന്നാൽ ഏറ്റവും കൂടുതൽ ഗുണമുള്ളതും നമ്മൾ പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റ് എന്ന് ചോദിച്ചാൽ ഒരു രോഗത്തിന് ചികിത്സിക്കുന്നതിന് മുമ്പ് ആദ്യം ചെയ്യേണ്ട ഒരു ചികിത്സ, അതിനെ പൂർവ്വ പഞ്ചകർമ്മ എന്ന് പറയും. നമ്മൾ സ്നേഹനം സ്വേദനം അതിൽ വരുന്നതാണ് ഉഴിച്ചിൽ. എന്ന് വെച്ചാൽ തല തൊട്ട് പാദം വരെ ഫുൾ ഓയിലിൽ നമ്മൾ അതിൻ്റെ ഓരോ ശരീരപ്രകൃതിയുടെ അനുസരിച്ചുള്ള ഓയിലുകൾ
നമ്മൾ എണ്ണകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ സർവ്വ ബോഡിയിലും തേച്ച് അത് കഴിഞ്ഞ് സ്വേദനം എടുത്തിട്ട് വേണം നമ്മൾ ബാക്കിയുള്ള പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യാൻ. സോ ഇതൊരു ഇമ്പോർട്ടൻറ്റ് പ്രൊസീജിയറാണ്. ഇതിനെ ഇപ്പം റിലാക്സേഷൻ മസാജായി സ്വന്തമായിട്ട് പലരും ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളിവിടെ എൻ്റെ ഈ സെൻറ്ററിൽ നമ്മളൊരു റൂള് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരാൾക്ക് മസാജിന് ആയുർവേദ മസാജിന് അവർക്ക് വരാം. അപ്പം പക്ഷേ നമ്മളിവിടെ എൻ്റെ അണ്ടറിൽ 2 ഡോക്ടേഴ്സ് ഉണ്ട്. നമ്മളെപ്പോഴും അതുകൊണ്ട് അവർ കണ്ടീഷൻ ചോദിക്കും. ബാക്ക് പെയിൻ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ നെക്ക് പെയിൻ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ വേറെ രോഗങ്ങളുള്ള വ്യക്തിയാണെങ്കിൽ നമ്മൾ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്തിട്ടേ നമ്മൾ ട്രീറ്റ്മെൻറ്റ് വിടും. കാരണം ശരിക്കും പറഞ്ഞാൽ മസാജ് ചുമ്മാ പോയി ചെയ്യരുത്. അതുകൊണ്ടാണ് നമ്മുടെ അലോപ്പതിക്കാരും ഇതിന് ചിലപ്പോൾ എതിർക്കുന്നത്. കാരണം മസാജ് ചെയ്യുന്നതിന് മുമ്പ് എന്ത് കാരണത്താലാണ് ആ പെയിൻ ഉള്ളതെന്ന് നമ്മൾ കണ്ടുപിടിക്കും. ചിലപ്പോൾ ഒരു ട്യൂമറിൻ്റെ പെയിൻ ആയിരിക്കും ബാക്കിലുണ്ട്, അല്ലെങ്കിൽ ഒരു കിഡ്നി റിലേറ്റഡ് ഇഷ്യൂ ഉള്ള ഒരാളുടെ ബാക്ക് പെയിൻ ആയിരിക്കും. അത് കണ്ടുപിടിക്കാൻ ഡോക്ടേഴ്സിനെ പറ്റും. അപ്പോൾ അതിൽ നമ്മൾ മസാജ് ചെയ്താൽ ചിലപ്പോൾ ഇത് ഗുരുതരമായി മുന്നോട്ട് ഡേഞ്ചറായിട്ട് വരും. ഈ അവയർനെസ് പലർക്കും ഇല്ല. ചിലപ്പം പോയി ചെയ്തതിന് ശേഷമായിരിക്കും ഇത് അഗ്രിവേറ്റായി ഈ ട്യൂമർ ഡേഞ്ചറായിട്ട് സ്പ്രെഡ് ആവുകയും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞായിരിക്കും അവർ പോയി ഇത് അറിയുന്നത്. അപ്പോൾ എപ്പോഴും എൻ്റെ ഒരു അഡ്വൈസ് ഞാൻ എല്ലാവരോടും പറയുന്നത്, എപ്പോഴും നിങ്ങൾ മസാജ് ചെയ്യുന്നതല്ല, പക്ഷെ നിങ്ങൾക്ക് പെയിൻ റിലേറ്റഡ് എന്തെങ്കിലും വേദന അതുപോലെ ഉണ്ടെങ്കിൽ നിങ്ങളൊരു ആയുർവേദ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ഇങ്ങനത്തെ ചികിത്സ എന്ന് വെച്ചാൽ ഈവൻ തിരുമു പോലും നിങ്ങൾ ചെയ്യാവുള്ളൂ. നമ്മൾ മസാജ് വേർഡ് യൂസേ ചെയ്യാറില്ല എൻ്റെ അല്ല. കാരണം എന്ന് പറഞ്ഞാൽ പൊതുവേ ഇപ്പം നമ്മുടെ പ്രവാസത്തില് ഇപ്പം ഈ തായ് മസാജ്, കേരള മസാജ്, ആയുർവേദിക് മസാജ് എന്ന് പറഞ്ഞുള്ള പരസ്യങ്ങൾ പലയിടത്തും വ്യാപകമായി കാണുന്നു. അപ്പൊ അത് എത്രത്തോളം എന്താണ് അത് നമുക്ക് പ്രയോജനമാണെന്ന് അറിയില്ലല്ലോ. ആൾക്കാർ ഇപ്പം ചെറിയ സാമ്പത്തിക ഇതിനും ചില റിലാക്സേഷനും വേണ്ടി ചെന്ന് ചാടുമ്പോൾ അതൊരു ദൂരവ്യാപകമായ ഒരു പ്രശ്നത്തിലേക്കാണ് എത്തിപ്പെടുന്നെങ്കിൽ അവരുടെ ലൈഫ് തന്നെ ത്രട്ടനിലാവും. കറക്റ്റ്. അതാണ് എൻ്റെ ഒരു ഇത് പറയാനുള്ളത് എല്ലാവരോടും. മസാജ് ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. കാരണം പ്രത്യേകിച്ച് ഇവിടുത്തെ ഒരു ജീവിതശൈലി, ഇപ്പം മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് എണ്ണ തേപ്പും ഇങ്ങനത്തെ ഉള്ള സ്റ്റീമും മസിൽസിനെ റിലാക്സ് ചെയ്യാനും നമ്മുടെ ജോയിൻറ്റ്സ് ഒക്കെ ഒന്ന് ഫ്ലെക്സിബിൾ ആക്കാനും നല്ലതാണ്. ഒരു ഹെൽത്തി വ്യക്തിക്ക് പോയി ചെയ്യാം. പക്ഷേ വേദനയും കണ്ടീഷൻ ഉള്ളവർ, എന്തെങ്കിലും ഒരു കണ്ടീഷൻ ഉണ്ട് എങ്കിൽ ഓഫ്കോഴ്സ് അവരൊരു എപ്പോഴും ഒരു അഡ്വൈസ് എടുത്തിട്ട് നമ്മളൊരു മസാജ്, കാരണം ഇപ്പം നിങ്ങൾ എല്ലാവർക്കും അറിയാം, സാറിനും അറിയാം, ഇവിടെ UAE പോയിട്ട് എല്ലായിടത്തും മസാജ് സെൻറ്ററുകൾ ഒരുപാടുണ്ട്. ആയുർവേദ മസാജ് സെൻറ്റർ തന്നെ ഉണ്ട്. ചിലപ്പോൾ അവിടെ ഒരു ഡോക്ടർ ഉണ്ടാവണമെന്നില്ല, ചിലപ്പോൾ ഒരു നല്ല ട്രെയിൻഡ് പ്രൊഫഷണൽ ആയിരിക്കത്തില്ല ചെയ്യുന്നവർ. ഇപ്പം അതുകൊണ്ട് നമ്മളെപ്പോഴും അങ്ങനെ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ വയസ്സായിട്ട് നല്ലൊരു ഡോക്ടറെ കണ്ടിട്ട്, വേദനയുള്ളവർ, ഇല്ലാത്തവർക്ക് പോകാം, ചെയ്യാം. പക്ഷേ അതും ഞാൻ പറയും, നമ്മുടെ ശരീരമാണ്. എപ്പോഴും അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റ് സ്ഥലത്തെ ഒരാളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാവുള്ളൂ. കാരണം എന്തെങ്കിലും വന്നിട്ട് ചികിത്സിക്കുന്നതിനെക്കാട്ടി നല്ലത് വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളത്. തീർച്ചയായിട്ടും. അപ്പോൾ അതാണ് എൻ്റെ ഒരു എല്ലാവരോടും അഡ്വൈസ് എല്ലാവരോടും. പക്ഷെ ഗുണകരമാണ്. അത്രയുണ്ടെങ്കിൽ നമുക്ക് അഭ്യംഗം എന്ന് പറയുന്നത് എപ്പോഴും ശരീരത്തിന് ആവശ്യമാണ്. ശരിക്കും ഡെയിലി ചെയ്യണമെന്ന്, അത് ദിനചര്യയിൽ പറയുന്നത്, നമ്മൾ ഡെയിലി എണ്ണ തേച്ച് കുളിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല വാതരോഗങ്ങളെയും നമുക്ക് ഒഴിവാക്കാം. നമ്മുടെ സന്ധികൾക്കെല്ലാം ബലവും കിട്ടും, ആയുസിനെ അത് നീട്ടിത്തരുമെന്നാണ് ആയുർവേദം പറയുന്നത്.